ഹലോ, ഞാൻ ഇപ്പോൾ അടുത്തിടെയായിട്ട് ഗോളം എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടു. ഇറങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. പടം കണ്ടപ്പോഴാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടവും ചെയ്തു. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇന്ന് കൊടുക്കുന്നത്. കഥ തുടങ്ങുമ്പം കാറിൽ വരുന്ന ഒരു പോലീസ് ഓഫീസറിനെയാണ് കാണിക്കുന്നത്. ആളുടെ പേര് സന്ദീപ് എന്നാണ്. ആളൊരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. എങ്കിലും ഒരു കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട് അയാളും കൂടി ചെന്നിട്ട് പിടിച്ചു കൊണ്ടുവന്നിട്ട് അതിന് നന്ദി പറയുന്ന ഒരു സീനിലാണ് തുടക്കം കാണിക്കുന്നത്. അതിനുശേഷം ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കുറേ ആളുകളുടെ ജീവിതമാണ് കാണിക്കുന്നത്. അവർ കാലത്ത് എണീച്ചിട്ട് റെഡിയായിട്ട് ഓഫീസിലേക്ക് പോകുന്ന അവരുടെ ആ കാലത്തെ പ്രഭാത കൃത്യങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് കാണിക്കുന്നത്. മേക്കപ്പ് ചെയ്യുന്നത്, കയ്യിൽ ക്യൂടെക്സ് ഇടുന്നത്, അതുപോലെ കാലത്ത് വീട്ടിൽ നിന്ന് എണീച്ചിട്ട് ഉള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇവരെല്ലാവരും ഒരേ IT കമ്പനിയിൽ വി വി ടെക് എന്ന് പറയുന്ന ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇവരേനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കഥയാണിത്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഓഫീസിലേക്ക് വരണ ആ ഭാഗമാണ് കാണിക്കുന്നത്. അതിലത്തെ ഒരു കുട്ടി ഏതു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കട്ടെ, അതൊരു പ്രത്യേകതരാണ്. നമുക്കെന്ന് തോന്നുന്നു എങ്ങനെ ഇത്രയൊക്കെ കയറ്റാൻ പറ്റണേന്ന്. അതുപോലെ ആ കുട്ടി എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഓഫീസിലേക്ക് വരാനുള്ള തിരക്കിലാണ് കാണിക്കുന്നത്. ഓഫീസിലേക്ക് എല്ലാവരും കയറി വരുമ്പം അവിടെ തന്നെ പഞ്ചിങ് മെഷീൻ ഉണ്ട്. ആ പഞ്ചിങ് മെഷീനിൽ ചെയ്തിട്ടാണ് കയറി വരിക. അതിൽ 2 പേര് വരുമ്പോൾ ആ വണ്ടി പാർക്ക് ചെയ്തത് ശരിയാണെന്നൊക്കെ നോക്കുന്നുണ്ട്. അതിനിവരെല്ലാവരും ഓഫീസിൽ കയറാണ്. വന്ന ഉടനെ ജോലി ചെയ്യണമെന്നല്ല, വെറുതെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടും കളിച്ചിട്ടിരിക്കുക. ഇവരൊരു കുടുംബം പോലെയാണ്. അവിടുത്തെ മെയിനായിട്ടുള്ള മീര എന്ന് പറയുന്നത് അവിടുത്തെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവൾ തന്നെ കാലത്ത് വിളിച്ചിട്ടൊരു മീറ്റിങ്ങിന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് വന്നിട്ട് പറയും, ഇവിടുത്തെ ഹോസ് മാറ്റിയിട്ടുണ്ട് വണ്ടി കയറിയിട്ട്, പിന്നെ അതുപോലെ കുറച്ച് ബൾബുകളൊക്കെ മാറ്റിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ബില്ലാണിതെന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ അവൾ പറയും ഓക്കെ ഇത് ഞാൻ ഏറ്റു എന്ന് പറയും. ഇവർ ജോലി തുടങ്ങിയിട്ടും നേരം വൈകിട്ട് ഒരാൾ സൈക്കിൾ ഓട്ടി വരുന്നുണ്ടാവും കേട്ടോ. ഇത് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി. ആ കുട്ടി ആ നേരം കൊണ്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് ഫുള്ളാക്കിയിട്ടുണ്ടാവും കേട്ടോ. ആ സമയത്താണ് അപ്പോയിൻമെൻറ്റ് ഇത് കൊടുത്തിട്ടുള്ള ആൾ ഓഫീസിലേക്ക് വരുന്നത്. അപ്പോൾ മീര പറയും അവിടെ വെയിറ്റ് ചെയ്യൂ, ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങിനുള്ള ഫുൾ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവർ ഇങ്ങനെ കളിച്ച് ചിരിച്ചിരിക്കുന്നത് അവിടുത്തെ കുറച്ചുകൂടി ഒരു ഹെഡ് പോലെ വർക്ക് ചെയ്യണ രാജീവ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ആൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ആൾക്ക് ഏത് നേരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ കഴിയുന്ന ആളാണ്. അപ്പോൾ ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ആളുടെ മുഖത്ത് തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ മറ്റേ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ആ കുട്ടിയുടെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ക്ലീനിങ് ചെയ്യണ ചേച്ചി വന്നിട്ട് അതെടുത്തിട്ട് മാറ്റുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരാൾക്ക് തലവേദന വന്നിട്ട് തലയിൽ അമൃതാഞ്ജൻ തേക്കുന്നുണ്ട്, ഒരാൾ മരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ആ സമയത്താണ് ദിലീഷ് പോത്തൻ ഇവരുടെ ഹെഡ് ഓഫീസിലേക്ക് വരണത്. വന്ന് നോക്കുമ്പോൾ ഒരുവിധം എല്ലാവരും വന്നിട്ടുണ്ടാവും. എന്നാലും അതിലത്തെ ഒരാളിനെ അവിടെ കാണില്ല. അത് അയാൾക്ക് ഇഷ്ടപ്പെടില്ല. അയാളപ്പോൾ അവിടുത്തെ മെയിനായിട്ട് കാര്യങ്ങൾ നോക്കി നടന്ന മീരേനെ വിളിക്കും. എന്നിട്ട് പറയും ഇതുപോലെ നേരെ വഴി വരാൻ പറ്റില്ല, ഇതിപ്പോൾ ഞാനായിട്ട് പറഞ്ഞാൽ അത് പ്രശ്നമാവും, നീ ആയിട്ട് തന്നെ എങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയും. അപ്പോൾ അവൾ ഓക്കെ പറയും. പിന്നെ ആരാണ് പുറത്ത് വന്നിരിക്കുന്ന ആളെന്ന് ചോദിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ കൊണ്ടുവന്ന ആളാണ് പറയും. ശരി നീ ഇനി അതൊക്കെ നോക്കിക്കോ, ഞാൻ കുറച്ച് നാൾ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയും. എന്നിട്ട് കോഫി മെഷീൻ്റെ അവിടെ പോയിട്ട് കോഫി കൊടുക്കുമ്പോൾ അത് വർക്കിംഗ് ആവുന്നുണ്ടാവില്ല, അതിൽ പൊടി ഇല്ലാത്തതുകൊണ്ടോ മറ്റവന് കിട്ടില്ല. അപ്പോൾ ഇവൻ പറയും നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, പിന്നെ ഇവിടുത്തെ നിങ്ങളതിനെ ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിബ്സൺ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവൾ ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നോക്കുന്നു. ആ സമയത്ത് സൈക്കിൾ ഓട്ടി വന്നിരുന്ന അടുത്ത എംപ്ലോയി വരുന്നുണ്ട്. അപ്പോൾ അവനൊരു കോൾ വരും. അപ്പോൾ അവൻ പറയും അമ്മ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഓഫീസിൻ്റെ സൈഡിലേക്ക് പോകുന്നൊരു സീൻ കാണിക്കുന്നുണ്ട്. പിന്നെ മീര വന്നിട്ട് രാജീവ് സാറിനോട് പറയും ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, അപ്പോൾ ഒരു മീറ്റിങ്ങിന് നീ ചെല്ലണം, അതൊന്ന് ശരിയാക്കി കൊടുക്കണം എന്ന് പറയും. അപ്പോൾ ഇവിടെ ഞാൻ മാത്രമല്ലോ, ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ അല്ലേ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങളിങ്ങനെ ഉഴപ്പി നടക്കരുത്, കാര്യങ്ങളൊക്കെ റെഡിയാക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ മറ്റേ ഒരു സ്റ്റാഫിനോട് കൂടി പറയും നിങ്ങൾ 2 പേരും പോയിട്ട് ആ മീറ്റിംഗ് ഒന്ന് അറ്റൻഡ് ചെയ്യും പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അവരെന്നെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് വിടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ ആ ചേച്ചി പോയിക്കൊണ്ടിരിക്കും, 3 ചായ റൂമിലേക്ക് കൊണ്ടു കൊടുത്തോളോട്ടാന്ന് പറയും. അപ്പോൾ ഓക്കെ എന്ന് പറയും. പിന്നെ അവിടെ 2 പേര് സംസാരിക്കുന്നുണ്ട് അവിടുത്തെ. അപ്പോൾ അതിലത്തെ ഒരു കുട്ടിക്ക് അതേ ഓഫീസിലുള്ള മറ്റൊരാളോട് ചെറിയൊരു പ്രേമുണ്ട്. അപ്പോൾ അവർ തമ്മിൽ എന്തോ കലഹം നടന്നിട്ട് അതിൻ്റെ ഒരു സൗന്ദര്യപ്പണക്കം അവിടെ നടക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഈ സ്നേഹിക്കുന്ന ചെറുക്കൻ പറയും നമുക്ക് ചായ കുടിക്കാൻ പോവാം പുറത്തേക്ക് എന്ന് പറയും. അപ്പോൾ ആ കൂടെ വരയ്ക്കുന്ന കുട്ടി പറയും എനിക്ക് പഴംപൊരി മേടിക്കുന്നില്ല. അപ്പോൾ പറയും നീ വായോ നമുക്ക് ഒരുമിച്ച് പുറത്ത് പോയിട്ട് ചായ കുടിച്ച് പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് പോരാന്ന് പറയും. അതിന് ഇവർ 3 പേരും പുറത്തേക്ക് പഴംപൊരി കഴിക്കാൻ പോകും. പഴംപൊരിയും ചായയും കൂടി കുടിക്കാൻ വേണ്ടിയിട്ട് പോകും. ആ സമയത്ത് ഇവിടെ ക്ലീനിങ് ചെയ്യുന്ന ചേച്ചി വന്നിട്ട് ആ സാറിൻ്റെ ഓഫീസിലുള്ള ആ കോഫി മെഷീനിലേക്ക് ചായയൊക്കെ ഒഴിച്ച് ചായപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കും. അപ്പം മീരയ്ക്ക് കുട്ടികളില്ല. അപ്പോൾ അവൾ കുട്ടികളുടെ ഇങ്ങനെ ഫോട്ടോ നോക്കിയിട്ട് ഇരിക്കുക കൂട്ടാ.
ആ സമയത്ത് പെട്ടെന്ന് ദിലീഷ് പോത്തൻ, ആളുടെ പേര് ഐസക് ജോൺ എന്നാണ്. അവൻ്റെ മേലാകെ ചായ പോയിട്ട് അവൻ അത് കഴുകി കളയാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് വെള്ളം കുടിക്കാൻ വേണ്ടി വേറെ 2 എംപ്ലോയീസ് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അയാൾ ബാത്റൂമിൽ കയറി വാലടച്ചതിന് ശേഷം അവിടെ മറ്റേ സ്വീപ്പിങ്ങിന് വരുന്ന ചേച്ചി വാക്യൂം ക്ലീനർ യൂസ് ചെയ്തിട്ട് അവിടെ മുഴുവൻ സ്വീപ്പിങ് നടത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ സൗണ്ട് ഭയങ്കര അരോചകമായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ ചായ കുടിക്കാൻ പോകുന്നവരൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് മീറ്റിംഗ് കഴിഞ്ഞ് വന്ന രാജീവ് ജോൺ സാറിനെ കാണാൻ വേണ്ടിയിട്ട് വന്ന് നോക്കുമ്പം മുറിയിലുണ്ടാവില്ല, ഓഫീസ് മുറിയിലുണ്ടാവില്ല. ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് പോയത് കണ്ടായിരുന്നു എന്ന് പറയും. അങ്ങനെ ഈ രാജീവ് വന്നിട്ട് കുറേ പ്രാവശ്യം വന്ന് വാതിൽ തട്ടും, പക്ഷേ ഇയാൾ വാതിൽ തുറക്കണില്ല. അപ്പോൾ കുറേ ശ്രമിച്ചിട്ടും തുറക്കണം കാണാണ്ടാവുമ്പം ആൾക്ക് പേടിയും, വിളിച്ചിട്ടൊന്നും മിണ്ടണില്ല. അപ്പോൾ പുറത്തുനിന്ന് വേറെ താക്കോല് കൊണ്ടുവന്ന് തുറന്ന് നോക്കും. അപ്പോഴാണ് അവിടെ തലേന്ന് നിലത്ത് വീണിട്ട് ചോര വാർന്നിട്ട് ഐസക് സാറ് മരിച്ചു കിടക്കണത് കാണാം. ഐസക് ജോൺ സാറ് മരിച്ചു കിടക്കണം കാണാം.